കൊച്ചിയിലെ ചുംബന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിലും ചുംബന സമരം. 100 കണക്കിന് യുവതി-യുവാക്കൾ കൊച്ചിയിലെ പോലെ ഡൽഹിയിലും ഒത്തുചേർന്നു. ആലിംഗനത്തിലൂടെയും ചുംബനത്തിലൂടെയും സ്നേഹം പ്രകടിപ്പിച്ചു. നീ എന്തായി ചെയ്തത്? എന്തുറ്റി? ഫോൺ സംസാരിക്കില്ലായിരുന്നു. ഫോണിൽ എന്താ പറഞ്ഞതെന്ന്? എന്തു പറഞ്ഞെന്ന്? എന്നെ തോൽപ്പിക്കാനായി ഏതെങ്കിലും ഒരുത്തനെ ഫോണിൽ വിളിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നോ? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ല, ഇങ്ങോട്ട് വന്ന കോളാ. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാ ഉടനെ ഉമ്മ കൊടുക്കുന്നത് എവിടത്തെ മര്യാദ? ആരാ വിളിച്ചത്? എന്നോട് ജോലി ചെയ്യുന്ന സത്യപാല. മനുഷ്യന്റെ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ ആദ്യം ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സായിപ്പാണ്. സായിപ്പിന്റെ ആ മുഷ്ക് നമ്മുടെ നാട്ടിലേക്ക് പകർത്തുകയായിരുന്നു. ഒടുവിൽ സായിപ്പ് തിരികെ പോയിട്ടും നമ്മൾ ആ ദുശീലം മാറ്റിയിട്ടില്ല. സായിപ്പ് നന്നാവുകയും ചെയ്തു. ചുരുക്കത്തിൽ നമ്മൾ ഭാരതീയ സ്വാതന്ത്ര്യങ്ങളെ കളഞ്ഞുകുളിച്ച് സായിപ്പിന്റെ പഴയ ഇഷ്ടങ്ങൾ കൊണ്ടു നടക്കുകയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീ ഭർത്താവല്ലാത്ത ഒരു പുരുഷന് ഉമ്മ കൊടുക്കാൻ പാടില്ല എന്നാരാണ് പറഞ്ഞത്? ഞാൻ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ശിക്ഷാ നിയമവും അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളതാണ്. അതിലൊന്നും ചുംബിക്കുന്ന ഒരു കുറ്റമായിട്ട് ഞാൻ വായിച്ചിട്ടേ ഇല്ല. മോഹനേട്ടന്റെ സദാചാരം എനിക്ക് ദുരാചാരവും. പിന്നെ മതങ്ങൾ പഠിപ്പിക്കുന്ന ആചാരത്തെ പറ്റിയാണ് മോഹനേട്ടൻ ഈ പറയുന്നതെങ്കിൽ ആ ആചാരങ്ങൾ അനുസരിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് യാതൊരു ബാധ്യതയില്ല. കാരണം മതത്തിന്റെ നിയമങ്ങളെ രാജ്യത്തിന്റെ നിയമങ്ങളായി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. നമസ്കാരം. പിന്നെ ഒരു കേസുണ്ട്, അത്യാവശ്യമാണ്. കേസിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉത്തമ. ഈ ഉമ്മയെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? ആരുടെ ഉമ്മ? ആ ഉമ്മയല്ല, ചുംബനം. അതിനെപ്പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? അത് നല്ല ഏർപ്പാടല്ലേ. ഇത്രയും പ്രായമായിട്ടും ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മ എന്നെ വിളിച്ചിട്ട് ഉത്തമ അവിടെ നല്ലേ എന്ന് പറഞ്ഞിട്ടാ ഇവിടെ ഒരു ഉമ്മ വരും. പക്ഷേ ഈ ഉമ്മ ഭയങ്കര വൃത്തികെട്ട ഏർപ്പാടാണെന്നാണല്ലോ ഈ പറയുന്നത്. അമ്മ മകന് ഉമ്മ കൊടുക്കുന്നത് വൃത്തികേടല്ല. സഹോദരൻ സഹോദരിക്ക് കൊടുക്കുന്നതോ? അതിലും കുഴപ്പമില്ല. ഒരാണും പെണ്ണും സംസാരിച്ചാൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികെട്ട കണ്ണിലെ ഈ സദാചാര പോലീസുകാർക്ക് കാണാൻ പറ്റുള്ളൂ. അത് ആണിന്റെ പെണ്ണിന്റെ കുഴപ്പമല്ല, കാണുന്ന സദാചാരക്കാരുടെ കുഴപ്പമാ. അതെ, ഈ ഉമ്മയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന കാര്യം പറയട്ടെ വക്കീലേ. നമ്മുടെ സർക്കാർ സ്കൂളിലെ സുരേന്ദ്ര സാറിനെ വക്കീലിനെ അറിയാലോ? അങ്ങേരെ പോലീസ് പിടിച്ചോണ്ട് എന്തിന്? പുറത്തു പറഞ്ഞ നാറുന്ന കേസാണ് വക്കീലെ. ആ സാറ് കാണിച്ചത് വൃത്തികേടായി പോയി. എന്തായാലും പള്ളിക്കൂടത്തിലൊക്കെ പഠിപ്പിക്കുന്ന മാഷല്ലേ, ജാമ്യത്തിലൊക്കെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. വക്കീലെ, അല്ല മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് അത്തരമൊരു വൃത്തികേട് കാണിച്ച് സുരേന്ദ്രൻ സാറിനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ തന്നെ വരണം? അല്ല, അതിപ്പോ അങ്ങനെയല്ല. ഈ സാറിന്റെ അയൽവാസിയായി പോയി. അങ്ങേരുടെ ഭാര്യ വന്ന് കരഞ്ഞു പറയുമ്പോ പറ്റൂലെന്ന് ഞാൻ അങ്ങനെ പറയും. അതാണ്. കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള ഒരു അധ്യാപകൻ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറോട് പ്രണയാഭ്യർത്ഥന നടത്തി പിന്നാലെ നടക്കുന്നു. ഭർത്താവ് സ്ഥലത്തില്ലാത്ത നേരം നോക്കി രാത്രി അവരുടെ വീട്ടിൽ കയറി ചെല്ലുന്നു. ഇതാണോ മോഹനേട്ട ഈ ഭാരതീയ പാരമ്പര്യം? മോഹനേട്ട, വഴി കാണുന്നവർക്കൊക്കെ ഉമ്മ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്രയും നേരം വാദിച്ചത്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലെ ഇടപെടലുകൾ അവസാനിപ്പിക്കാനാണ്. ആർക്ക് എപ്പോ എവിടെ വെച്ച് ഉമ്മ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേത് മാത്രമാണ്. അത് ഈ കപട സദാചാരക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അവർ നമ്മൾ എന്തു പറയണമെന്നും എന്ത് കഴിക്കണമെന്നും എന്ത് വായിക്കണമെന്നൊക്കെ പറഞ്ഞു കളയും. എല്ലാ ഏകാധിപത്യങ്ങളുടെയും തുടക്കം ഇങ്ങനെയാണ്. സൂക്ഷിക്കണം. ഇനിയിപ്പോ വാശിയും ദേഷ്യമൊക്കെ കളഞ്ഞ് വില്യാപശ്രമിക്ക് ഉമ്മ വന്നേ. പേടിക്കാനില്ലെന്ന്. നമ്മള് ഭാര്യയും ഭർത്താക്കന്മാരല്ലേ. ഇതാണെങ്കിൽ അടച്ചിട്ട മുറിയും. സദാചാര പോലീസുകാർ കാണില്ല. അതോ ഇനി ഞാൻ റോഡിലിറങ്ങി ആരോടെങ്കിലും ചോദിക്കണോ?